നമസ്കാരം. നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഇൻസ്പയർ PSC അക്കാദമി മടത്തറയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയിട്ടുള്ള പവർ ലോണ്ടറി അറ്റൻഡർ എക്സാമിൻ്റെ 50 ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത, ഫിസിക്സുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ എക്സാം നടന്ന തീയതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 11/11/2019 നടന്നത്. 57/2019 ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. പ്രധാനമായും ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്താൻ കാരണം ഫയർമാൻ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ചോദ്യവും ഉത്തരവും നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഏതെങ്കിലും ഉത്തരത്തിന് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ഇടുക, നമ്മൾ എക്സ്പ്ലനേഷൻ തരുന്നതാണ്. 51ാമത്തെ ചോദ്യം, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? 4 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൈക്കൽ ഫാരഡേ, എഡിസൺ, ചാൾസ് ബാബേജ്, ന്യൂട്ടൺ. നമുക്കറിയാം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മൈക്കൽ ഫാരഡേ ആണ്. 52ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഗാർഹിക വിതരണത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? എത്ര വോൾട്ട് നമുക്കറിയാവുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ 130, 420, 280 വോൾട്ട് എന്നിങ്ങനെ ഓപ്ഷനിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം ഉത്തരം 230 വോൾട്ടാണ്. 53ാമത്തെ ചോദ്യം, വൈദ്യുതോർജ്ജം ലാഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഫിലമെന്റ് ലാമ്പ്, LED, CFL, ഫ്ലൂറസെന്റ് ലാമ്പ്. ഉത്തരം നമുക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഉത്തരം ഓപ്ഷൻ ബി LED ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LED-യുടെ പൂർണ്ണരൂപം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കണം. ഏത് ചോദ്യത്തിന് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റ് ഇടുക, നമ്മൾ അതിൻ്റെ ഉത്തരം എക്സ്പ്ലനേഷനായിട്ട് തരുന്നതാണ്. 54ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 54ാമത്തെ ചോദ്യം, വൈദ്യുത പ്രേഷണത്തിന് വോൾട്ടേജ് ഉയർത്താനും താഴ്ത്തുവാനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ജനറേറ്റർ, ഫ്യൂസ്, ട്രാൻസ്ഫോമർ, ആംപ്ലിഫയർ. ഉത്തരം ഓപ്ഷൻ സി ട്രാൻസ്ഫോമർ ആണ്. 55, വൈദ്യുത സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? ഓപ്ഷൻ എ 11 വോൾട്ട്, ഓപ്ഷൻ ബി 230 വോൾട്ട്, ഓപ്ഷൻ സി 110 kV, ഓപ്ഷൻ ഡി 11 kV. ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം 11 kV ആണ്, 11 kV ആണ്. 56, ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗ്രഹാം ബെൽ, ജെയിംസ് പ്രെസ്കോട്ട്, ഐൻസ്റ്റീൻ, എഡിസൺ. ഉത്തരം നിങ്ങൾക്കറിയാം, എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിക്കുന്നത്. 57ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ജലവൈദ്യുത നിലയം ഏതാണ്? ഓപ്ഷൻ എ രാമകുണ്ടം, കോട്ട, മൂലമറ്റം, നെയ്വേലി. ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഉത്തരം മൂലമറ്റമാണ്. 58, വിതരണ ട്രാൻസ്ഫോമറിൽ എത്ര ലൈനുകൾ എത്തുന്നുണ്ട്? ഓപ്ഷൻ എ 5, 7, 3, 4. ഉത്തരം ഓപ്ഷൻ സി 3 ആണ്. വിതരണ ട്രാൻസ്ഫോമറിലെ ലൈനുകളുടെ എണ്ണം 3 ആണ്. 59ാമത്തെ ചോദ്യം, ന്യൂട്രൽ ഏത് പൊട്ടൻഷ്യലാണ്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 230, ഓപ്ഷൻ ഡി 11. ഉത്തരം ഓപ്ഷൻ എ 0 വോൾട്ട് ആണ്, ന്യൂട്രൽ ആണ്. 60, കായംകുളം ഏത് തരം വൈദ്യുത നിലയമാണ്? ജലവൈദ്യുതം, താപനിലയം, ആണവ വൈദ്യുത നിലയം, സൗരോർജ വൈദ്യുത നിലയം. നമുക്കറിയാം കായംകുളം ഒരു താപ വൈദ്യുത നിലയമാണ്. 60 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 23 വോൾട്ട്, 400 വോൾട്ട്, 100 വോൾട്ട്, 230 വോൾട്ട്. ഉത്തരം ഓപ്ഷൻ ഡി 230 വോൾട്ട് ആണ്. 62, വിതരണ ട്രാൻസ്ഫോമറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈനുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 4 ആണ്. 63ാമത്തെ ചോദ്യം, മെയിനിലെ 2 വയറുകൾ തമ്മിൽ സമ്പർക്കത്തിൽ വരുന്നത് ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ്. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ്, പവർ കട്ടിംഗ്, ഇതൊന്നുമല്ല എന്നീ 4 ഓപ്ഷനുകളായിരുന്നു തന്നിരുന്നത്. ഉത്തരം ഓപ്ഷൻ എ ഷോർട്ട് സർക്യൂട്ടാണ്. 64ാമത്തെ ചോദ്യം, വൈദ്യുതോർജ്ജം അളക്കാനുള്ള ഉപകരണം ഏതാണ്? അമ്മീറ്റർ, WH മീറ്റർ, ഗാൽവനോമീറ്റർ, വോൾട്ട് മീറ്റർ. ഉത്തരം WH മീറ്റർ ആണ്. 65ാമത്തെ ചോദ്യം, മീറ്റർ ഏത് ലൈനിലാണ് ഘടിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഫേസ്, ഓപ്ഷൻ ബി ന്യൂട്രൽ, ഓപ്ഷൻ സി എർത്ത്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഇതൊന്നുമല്ല എന്നതാണ്. 66ാമത്തെ ചോദ്യം, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ വോൾട്ട്, ഓപ്ഷൻ ബി ഓം, ഓപ്ഷൻ സി മീറ്റർ, ഓപ്ഷൻ ഡി ആംപിയർ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഓപ്ഷൻ ഡി ആംപിയർ ആണ്. 67ാമത്തെ ചോദ്യം,
യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ ജനറേറ്റർ, ഓപ്ഷൻ ബി ലൗഡ് സ്പീക്കർ, ഓപ്ഷൻ സി മോട്ടോർ, ഓപ്ഷൻ ഡി ഫാൻ. ഉത്തരം ഓപ്ഷൻ എ ജനറേറ്റർ ആണ്. 68ാമത്തെ ചോദ്യം, വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ റിയോസ്റ്റാറ്റ്, ഓപ്ഷൻ ബി ഗാൽവനോമീറ്റർ, ഓപ്ഷൻ സി വോൾട്ട്മീറ്റർ, ഓപ്ഷൻ ഡി അമ്മീറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി അമ്മീറ്റർ ആണ്. 69ാമത്തെ ചോദ്യം, വൈദ്യുതിയുടെ വ്യവസായിക യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി WH, ഓപ്ഷൻ ബി വോൾട്ട്, ഓപ്ഷൻ സി ഓം, ഓപ്ഷൻ ഡി കിലോ വാട്ട് അവർ. ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഉത്തരം 69 ഓപ്ഷൻ ഡി കിലോ വാട്ട് അവർ ആണ്. 70 ലൈവ് വയറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ എ ചുവപ്പ്, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി പച്ച, ഓപ്ഷൻ ഡി കറുപ്പ്. ഉത്തരം ഓപ്ഷൻ എ ചുവപ്പ് ആണ്. 71 ത്രീ പിൻ പ്ലഗിലെ വലിയ പിൻ ഏത് ലൈനുമായി സമ്പർക്കത്തിൽ വരുന്നത്? ഓപ്ഷൻ എ ഫേസ്, ഓപ്ഷൻ ബി എർത്ത്, ഓപ്ഷൻ ഡി ന്യൂട്രൽ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി എർത്താണ്. ത്രിപിനിലെ വലിയ പ്ലഗ് എർത്തുമായാണ് സമ്പർക്കത്തിൽ വരുന്നത്. 72 താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കാത്ത ഇന്ധനം ഏതാണ്? താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കാത്ത ഇന്ധനം ഏതാണ്? ഓപ്ഷൻ എ കൽക്കരി, ഓപ്ഷൻ ബി നാഫ്ത, ഓപ്ഷൻ സി ലിഗ്നൈറ്റ്, ഓപ്ഷൻ ഡി ബയോഗ്യാസ്. ഉത്തരം ഓപ്ഷൻ ഡി ബയോഗ്യാസ് ആണ്. ബാക്കിയെല്ലാം കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് ഒക്കെ താപവൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. 73ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 73ാമത്തെ ചോദ്യം, ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും അടിസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി വ്യാഴം, ഓപ്ഷൻ സി ചൊവ്വ, ഓപ്ഷൻ ഡി സൂര്യൻ. ഉത്തരം ഓപ്ഷൻ ഡി സൂര്യനാണ്. 74ാമത്തെ ചോദ്യം, പവറിന്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഓം, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി വാട്ട്, ഓപ്ഷൻ ഡി കിലോഗ്രാം. ഉത്തരം ഓപ്ഷൻ സി വാട്ടാണ്. വാട്ടേ പവർ എന്നോർത്തിരുന്നാൽ മതി. 75 പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഏത് പദാർത്ഥമാണ് CFL ഉള്ളത്? ഓപ്ഷൻ എ ടിന്ന്, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി EM, ഓപ്ഷൻ ഡി മെർക്കുറി. 75 ഓപ്ഷൻ ഡി മെർക്കുറിയാണ്. 76 ബൾബിലെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ടങ്സ്റ്റൺ, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി അലുമിനിയം. ഉത്തരം ഓപ്ഷൻ എ ടങ്സ്റ്റൺ ആണ്. 77 വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നത് എന്താണ്? ഓപ്ഷൻ എ ഫാൻ, ഓപ്ഷൻ ബി ഹീറ്റർ, ഓപ്ഷൻ സി ഇൻവെർട്ടർ, ഓപ്ഷൻ ഡി ബൾബ്. കാണുമ്പോൾ തന്നെ ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ബൾബാണ്. 78 ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി നിക്രോം, ഓപ്ഷൻ സി വെള്ളി, ഓപ്ഷൻ ഡി അലുമിനിയം. ഉത്തരം 78 ഓപ്ഷൻ ബി നിക്രോം ആണ്. 79 ഫ്യൂസ് വയർ വൈദ്യുതയുടെ ഏത് ഫലത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ താപം, ഓപ്ഷൻ ബി പ്രകാശം, ഓപ്ഷൻ സി കാന്തികം, ഓപ്ഷൻ ഡി രാസം. ഉത്തരം ഓപ്ഷൻ എ താപമാണ്. താപം ഹീറ്റ് കൂടി ഇതിന്റെ കണക്ഷൻ വിടുകയാണ് ചെയ്യുന്നത്. 80ാമത്തെ ചോദ്യം, വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ബൾബ്, ഹീറ്റർ, മോട്ടോർ, ഇസ്തിരിപ്പെട്ടി. ഉത്തരം ഓപ്ഷൻ സി മോട്ടോറാണ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത് മോട്ടോറാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 81ാമത്തെ ചോദ്യം, ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ചെമ്പ്, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി ചെമ്പും ലെഡും, ഓപ്ഷൻ ഡി ടിന്നും ലെഡും. 81 ഓപ്ഷൻ ഡി ടിന്നും ലെഡുമാണ്. 82 എർത്ത് ചെയ്യുന്ന കമ്പിയുടെ ഗേജ് എത്രയാണ്? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 14. 82 ഓപ്ഷൻ ഡി 14 ആണ്. ഫ്യൂസ് വയറിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ CCB, ഓപ്ഷൻ ബി MCB, ഓപ്ഷൻ സി MCP, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 83 ഓപ്ഷൻ ബി MCB ആണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ പൂർണ്ണരൂപം. 84ാമത്തെ ചോദ്യം, എത്ര ആംപിയറിൽ കൂടുതൽ വൈദ്യുതി കടന്നു പോകുമ്പോഴാണ് മനുഷ്യർക്ക് ഷോക്ക് ഏൽക്കുന്നത്? ഓപ്ഷൻ എ 1 മില്ലി ആംപിയർ, ഓപ്ഷൻ ബി 2 മില്ലി ആംപിയർ, ഓപ്ഷൻ സി 4 മില്ലി ആംപിയർ, ഓപ്ഷൻ ഡി 5 മില്ലി ആംപിയർ. 84 ഓപ്ഷൻ ഡി 5 മില്ലി ആംപിയർ ആണ്. 85ാമത്തെ ചോദ്യം, വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ശരീരത്തിന്റെ താപനില? ഓപ്ഷൻ എ കൂടുന്നു, ഓപ്ഷൻ ബി കുറയുന്നു, ഓപ്ഷൻ സി മാറ്റമില്ല, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 85 ഓപ്ഷൻ ബി കുറയുന്നു എന്നതാണ്. വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില കുറയുന്നു. 86ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
86-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ എ അലുമിനിയം, ഓപ്ഷൻ ബി തെർമോകോൾ, ഓപ്ഷൻ സി റബ്ബർ, ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്. 86 ഓപ്ഷൻ എ അലുമിനിയമാണ്. 87 ചില ഫീൽഡറുകൾ നിശ്ചിത സമയം ഓഫാക്കി ലഭിക്കുന്ന വൈദ്യുതി മറ്റ് സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ പവർ കട്ട്, ഓപ്ഷൻ ബി ലോഡ് ഷെഡിംഗ്, ഓപ്ഷൻ സി ഓവർലോഡ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. 87 ഓപ്ഷൻ ബി ലോഡ് ഷെഡിംഗ് ആണ്. 88 താഴെ പറയുന്നവയിൽ ഏതാണ് വിദ്യുത് രോധി? ഓപ്ഷൻ എ റബ്ബർ, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി വെള്ളി. ഉത്തരം ഓപ്ഷൻ എ റബ്ബറാണ്. 89 പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ കാറ്റ്, ഓപ്ഷൻ ബി സൗരോർജം, ഓപ്ഷൻ സി ബയോഗ്യാസ്, ഓപ്ഷൻ ഡി പെട്രോളിയം. 89 ഓപ്ഷൻ ഡി പെട്രോളിയമാണ്. വയറിങ്ങിലും വൈദ്യുത ഉപകരണങ്ങളിലും ഉണ്ടായേക്കാവുന്ന ചോർച്ച മൂലം ഉള്ള അപകടം ഒഴിവാക്കാൻ സഹായിക്കുന്നത്. ഓപ്ഷൻ എ ELCB, ഓപ്ഷൻ ബി MCB, ഓപ്ഷൻ സി ഫ്യൂസ്, ഓപ്ഷൻ ഡി എർത്ത്. ഉത്തരം ELCB ആണ്. 91-ാമത്തെ ചോദ്യം, സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ ഫാൻ, ഓപ്ഷൻ ബി സോളാർ കുക്കർ, ഓപ്ഷൻ സി സോളാർ പാനൽ, ഓപ്ഷൻ ഡി ബൾബ്. 91 ഓപ്ഷൻ സി സോളാർ പാനലാണ്. 92-ാമത്തെ ചോദ്യം, ഗാർഹിക മേഖലയിൽ വൈദ്യുത അപകടങ്ങൾക്ക് പ്രധാന കാരണമായി വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ഇരുമ്പ് തോട്ടിയുടെ ഉപയോഗം, ഓപ്ഷൻ ബി കേബിൾ TV, ഓപ്ഷൻ സി വൈദ്യുത ചോർച്ച, ഓപ്ഷൻ ഡി അനധികൃത നിർമ്മാണം. 92 ഓപ്ഷൻ ഡി അനധികൃത നിർമ്മാണമാണ്. 93 വൈദ്യുതി മൂലം തീപിടിച്ചാൽ ചെയ്യേണ്ടത്. ഡ്രൈ കെമിക്കൽ പൗഡർ, അഗ്നിശമനികൾ മാത്രം ഉപയോഗിക്കണം, മെയിൻ സ്വിച്ച് ഓഫാക്കുക, വെള്ളം ഉപയോഗിക്കുക, ഈ മാർഗങ്ങളെല്ലാം പ്രയോഗിക്കുക. ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കുകയാണ് ചെയ്തത്. 94-ാമത്തെ ചോദ്യം, വൈദ്യുതാഘാതമേറ്റ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഓപ്ഷൻ എ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുക, ഓപ്ഷൻ ബി അയാളുടെ ശരീരത്തിൽ വെള്ളമൊഴിക്കുക, ഓപ്ഷൻ സി സ്വിച്ച് ഓൺ ചെയ്യുക, ഓപ്ഷൻ ഡി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ഓപ്ഷൻ ഡി മെയിൻ സ്വിച്ച് ഓഫാക്കിയതിനു ശേഷം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 95-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 95-ാമത്തെ ചോദ്യം, എത്ര ആംപിയർ വൈദ്യുതി മനുഷ്യ ശരീരത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്? ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വരാം. 95 ഓപ്ഷൻ എ 50 MA to 20 MA ആണ്. 96 താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ രീതി? ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വരാം. ഫ്യൂസ് വയറിന് പകരം ചെമ്പ് കമ്പി ഉപയോഗിക്കാതിരിക്കുക. 97 ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ഓവർലോഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. 98 പച്ച നിറമുള്ള വയർ ഏത് ലൈനിനെ പ്രതിനിധീകരിക്കുന്നു? 98 ഓപ്ഷൻ ബി എർത്തിങ് ആണ്. 99 ഫ്യൂസ് ഏത് ലൈനിലാണ് ഘടിപ്പിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ഫേസ് ആണ്. ഫ്യൂസ്, സ്വിച്ച് ഇതെല്ലാം ഫേസിലാണ് ഘടിപ്പിക്കേണ്ടത്. 100-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതിലാണ് വൈദ്യുതോർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടുന്നത്? CFL, ഫ്ലൂറസെന്റ് ലാമ്പ്, ഫിലമെന്റ് ലാമ്പ്, LED. ഉത്തരം ഓപ്ഷൻ സി ഫിലമെന്റ് ലാമ്പാണ്. ഓക്കെ, ഫയർമാനുമായി ബന്ധപ്പെട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായി കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കയറി കണ്ടുകൊള്ളുക.